ആൻഡ് ഫൈനലി ദ ട്രെയിലർ ഈസ് ഹിയർ. മലയാളി പ്രേക്ഷകർ മാത്രമല്ല, ഇന്ത്യൻ സിനിമാ പ്രേമികളെല്ലാവരും ഒന്നടങ്കം കാത്തിരുന്ന ഒരു പ്രൊജക്റ്റ് പേട്രിയോട്ട് എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലർ ഇപ്പം റിലീസായിട്ടുണ്ട്. ആ പേട്രിയോട്ട് എന്ന് പറയുന്ന സിനിമ ഒരു മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് മൂവി ആവാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 18 വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ലാലേട്ടനും മമ്മൂക്കയും ഒന്നിച്ച് ഒരു സ്ക്രീനിൽ വരാൻ പോകുന്നു. അതുപോലെ തന്നെ കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ, നമ്മുടെ നയൻതാര, അതുപോലെ തന്നെ ഇവരെല്ലാവരെയും കോർത്തിണക്കി ഡയറക്റ്റ് ചെയ്യുന്നത് മഹേഷ് നാരായൺ എന്ന് പറയുന്നൊരു വിഷണറി ഡയറക്ടർ. ആൻഡോ ജോസഫാണ് ചിത്രം നിർമ്മിക്കുന്നത്. അങ്ങനെ തുടങ്ങി ഒരുപാട് പ്രത്യേകതകളുണ്ട്. ശ്രീലങ്ക, ദുബായ്, അവിടെ ഇവിടെ ഒക്കെ ഷൂട്ട് ചെയ്ത ഒരു ബ്രഹ്മാണ്ഡ സിനിമ എന്നുള്ള ലേബലിൽ തന്നെ പറയാൻ സാധിക്കും. എന്തായാലും കുറച്ച് നാളായിട്ടൊരു ട്രെയിലർ, ടീസർ, ചെറിയ ഗ്ലിംസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെയാണ് ഇട്ടുകൊണ്ടിരുന്നതെങ്കിൽ ഇപ്പം പക്ക അതിൻ്റെ ഒരു ട്രെയിലർ വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ മറ്റേ വാഴ 2 സിനിമ കാണാൻ വേണ്ടി തിയേറ്ററിൽ ഇരിക്കുന്ന സമയത്ത് പേട്രിയോട്ടിൻ്റെ ഒരു ചെറിയൊരു ടീസർ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് യൂട്യൂബിൽ അവൈലബിൾ അല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാനിതുവരെ കണ്ടിട്ടില്ല. നമ്മളത് റിയാക്ട് ചെയ്യാൻ വിട്ടുപോയതാണോ എന്നും അറിയത്തില്ല. എന്തായാലും സ്ക്രീനിൽ അത് കണ്ടപ്പോഴും എനിക്ക് വലിയൊരു ഗുമ്മ് തന്നില്ല എന്നുള്ളത് ഒരു സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഈ സിനിമയ്ക്ക് ഇത്രയും ഹൈപ്പ് ഉണ്ടായിട്ട് തന്നെ ഹൈപ്പ് ഇല്ലാത്തൊരവസ്ഥയിലാണ് ശരിക്കും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ സിനിമയ്ക്ക് വേണ്ടി ഭയങ്കരമായിട്ടൊരു വെയിറ്റിംഗ് എന്ന് പറയാൻ സാധിക്കില്ലെങ്കിൽ കൂടി ആൻറ്റിസിപ്പേറ്റഡ് തന്നെയാണ്. കാരണം ദി ബിഗ് എംസ് ഒന്നിച്ച് വരുന്നു എന്നുള്ളത് തന്നെയാണ് ഒരു മെയിൻ ഫാക്ടർ. എന്തായാലും നമുക്ക് ഇതിൻ്റെ ട്രെയിലർ കണ്ടിട്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സംസാരിക്കാം. എൻ്റെ പേര് അഭിജിത്ത് വിശ്വനാഥ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക, ലൈക്ക് ചെയ്തതിന് ശേഷം ഹൈ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ വെൽക്കം ടു സിനിപീഡിക. ആൻഡോ ജോസഫ് കമ്പനിയുടെ യൂട്യൂബ് ചാനലിലൂടെ തന്നെയാണ് ഇത് റിലീസാക്കിയിട്ടുള്ളത്. 2 വേറെ കൊളാബറേഷൻ പരിപാടികളൊക്കെ ഉണ്ട്. എന്തായാലും അറിയത്തില്ല, നമുക്കെന്തായാലും ട്രെയിലർ കണ്ടിട്ട് ബാക്കി കാര്യം സംസാരിക്കാം. 3 മിനിറ്റ് 33 സെക്കൻഡാണ് ട്രെയിലറിൻ്റെ ദൈർഘ്യം. ഇച്ചിരി കൂടുതലാണോ എന്ന് അറിയത്തില്ല. എന്തായാലും ബോറടിപ്പിക്കാതെ നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് തന്നെ പറയാം. സോ ലെറ്റ്സ് റിയാക്ട്. ഓക്കെ, ബാബാ. സൗണ്ടൊക്കെ ഓക്കെ അല്ലേ? തുറന്നു പറച്ചിലായിട്ട് കാണണം. കുറ്റപ്പെടുത്തുന്നവരോട്, തള്ളി പറയുന്നവരോട് ധൈര്യത്തോടെ തിരിച്ചു പറയാം. என்னோட டேர்ம்ல ஆத்தரைஸ் பண்ண ஒரு சாஃப்ட்வேர், அது எப்படி சிவிலியன் கேஸுக்கு யூஸ் பண்ணுறது உங்களுக்கு ஞாபகம் வந்தோம்தான். ഒരു കാര്യം, എൻ്റെ സൗണ്ട് സിങ് സൗണ്ടാണ്. സ്പോട്ടിൽ ഡബ് ചെയ്ത പോലെ, സ്പോട്ടിൽ എടുക്കുന്ന പോലെ ആ ഒരു ഫീല് തോന്നുന്നുണ്ട്. ഇതിൻ്റെ മെയിൻ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മഹേഷ് നാരായൺ എന്ന് പറയുന്ന ഡയറക്ടർ മുമ്പ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്, എഡിറ്ററായിട്ട് വർക്ക് ചെയ്തത് നമ്മുടെ വിശ്വരൂപം സിനിമകളിലൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കമലഹാസൻ്റെ ആ ഒരു പരിപാടി പുള്ളിക്ക് അറിയാം. അതുകൊണ്ട് ആ പടത്തിന് ഒരു ക്വാളിറ്റി എന്ന് പറയുന്ന സാധനം ഫസ്റ്റ് ഫ്രെയിമിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ആ രീതിയിലാണ് അതിനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നൈസ്, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഗുഡ്, മുമ്പോട്ട് കാണാം. The next revolutionary service from Shakti Solutions. Samaj Seva, the social evaluator. Short. Blog number 112. Namukha. നിങ്ങളുടെ ഫോണിൽ ഒരൊറ്റ ക്ലിക്ക്. I don't know what is happening with my phone. ഫോൺ ഹാക്കിംഗ് സ്കോപ്പ് ശക്തിയിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ അതിന്റെ റെസ്പോൺസിബിലിറ്റി എനിക്കായിരുന്നു. ദർശന, ഈ പ്രോഗ്രാം അവരെ സീക്രട്ട്ലി വാച്ച് ചെയ്യുന്നുണ്ടോ? പെരിസ്കോപ്പ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് പ്രോഗ്രാം. പ്രൈവറ്റ് സെക്ടറിലേക്ക് പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മിസ്യൂസ് ചെയ്യാൻ സാധ്യതയുള്ള ടൂൾ. Listen, Mike, she has some sensitive information from your computer. അയക്കാൻ പാടില്ലാത്ത ഏതാണ്ട്. നൈസ്. ഇത് ശരിക്കും ഇത്തരം സബ്ജക്റ്റ് ഇറങ്ങേണ്ട ഒരു അനിവാര്യമായ ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. കാരണം നമ്മുടെ എല്ലാ ഡിവൈസും എത്രത്തോളം സെക്യൂർ ആണെന്നുള്ളത് ഒരു ഉറപ്പുമില്ല. എത്ര പേര് ഇതിനെ പൊട്ടിച്ച് അകത്ത് കയറുന്നുണ്ടെന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റത്തില്ല. സോ ഇങ്ങനൊരു കണ്ടൻറ്റ് പറയുന്നത് വളരെ നല്ലൊരു കാര്യം. ഇതിനു മുമ്പ് കോവിഡ് ടൈമിൽ സി യു സൂൺ എന്നാണ് തോന്നുന്നു ഒരു സിനിമ ഇറക്കിയിട്ടുണ്ടായിരുന്നു മഹേഷ് നാരായൺ, വെബ് ക്യാം വെച്ച് മാത്രം. അതുകൊണ്ട് ടെക്നോളജികൾ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ടെക്നോളജി കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കാണിക്കാൻ, അല്ലെങ്കിൽ അത് പറയാൻ കാണിക്കുന്ന ധൈര്യം വളരെ നല്ലൊരു കാര്യമാണ്. അത് പറയേണ്ട ഒരു കാര്യം കൂടി തന്നെയാണ്. എന്താണ് എന്ത് ലുക്കല്ലേ കാണാൻ. നമ്മുടെ ആളോടെ I think my phone has been compromised. His
turned out to be a നമുക്ക് ലുക്ക് നൈസായിട്ടുണ്ട്. ആ നരപ്പെല്ലാം കൊടുത്ത് ഏജ്ഡ് ആയിട്ടാണ്. So the passenger has taken the opposite exit and he's going to the next terminal. How is that possible? Daniel ഒരിക്കലും ഇന്ത്യയിലേക്ക് പോവില്ല. His life is under threat there. Wherever he is, find me Daniel right now. ഡാനിയൽ Daniel ആ സബിൻ എന്തൊക്കെ ചെയ്തു, ആരെയൊക്കെ കണ്ടു, എലിഫന്റ് പ്ലേ ചെയ്ത വീഡിയോ, ഈച്ച് ആൻഡ് എവരിതിങ്. എനിക്കറിയാവുന്ന ഡാനിയലിന് ഒന്നും സംഭവിക്കില്ല. Someone is helping him. ലാലേട്ടൻ. ഞങ്ങളുടെ സൗഹൃദം തുടങ്ങിയിട്ട് ഇന്നേ വരെ ഡാനി എന്നോടൊരു സഹായം ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷെ ഒരു പ്രശ്നം വരുമ്പോൾ ചോദിക്കാതെ സഹായിക്കുന്നതല്ലേ സാർ ഒരു ഫൗജിയുടെ രീതി. Keep it low. കണക്കാരനാണ്. രണ്ടുപേരും ആർമിയിലാണ്. മഹേഷ് നാരായൺ. പുള്ളി തന്നെ എഡിറ്റർ. നമ്മൾ ഒരുമിച്ചല്ലടാ എല്ലാം തുടങ്ങിയത്. തിയേറ്റർ പടം. Do we have a deal? ഇന്ദ്രൻ സേട്ടൻ. ആഹാ. സുഷിൻ ഷാ. അച്ഛൻ നിർത്ത്. അപ്പോൾ ഇതിലേതോ ഒരാളൊരു അച്ഛനാണ് ഫഹഫാസിൻ്റെ. അതോ വേറെ ആരെല്ലോ ആണ് ചോദിച്ചത്. പാപ്പ. ഷോർട്ട്. ಸರ್ ನೀವು ಟೆರರಿಸ್ಟ್ ಆಫ್ ಪೊಲೀಸಾ? Patriot. That's it. ദർശന, രേവതി, രാജീവ് മേനോൻ, മഹേഷ് നാരായണൻ. റിലീസ് ഡേറ്റ് മെയ് 1. മെയ് 1 പടത്തിൻ്റെ റിലീസ്. ഏപ്രിൽ 21 ആദ്യം അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മെയ് 1 മാറിയിട്ടുണ്ട്. ട്രെയിലർ രസമുണ്ട് സത്യം പറഞ്ഞാൽ. പക്ഷേ എനിക്കൊരു നിരാശ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൽ ലാലേട്ടനും മമ്മൂക്കയും എതിരാണോ ഫ്രണ്ട്സാണോ എന്നുള്ളത് ആദ്യം മുതൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അത് അവർ നിലനിർത്തി പോകുന്നത് കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ട്രെയിലറിൽ ഇപ്പോൾ തന്നെ അവർ ഫ്രണ്ട്സാണ് എന്നൊക്കെ ഉള്ള രീതി കാണിച്ചത് ഒരു മേ ബി അതൊരു ടെക്നിക്കും കൂടി ആവാൻ സാധ്യതയുണ്ട്. കാരണം തിയേറ്ററിലേക്ക് എത്തുമ്പോൾ ഇവർ രണ്ടുപേരും കൂടിയുള്ള പോട്ടി മത്സരങ്ങളൊക്കെ കാണുന്നത് ചാൻസ് വളരെ കുറവാണ്. പക്ഷെ എന്നാലും സംഗതി ഇത്രയും ദൈർഘ്യം പിടിച്ച് അത് മൊത്തം ഒരു എക്സ്പ്ലെയിൻ ചെയ്യുന്നൊരു ട്രെയിലർ വേണ്ടായിരുന്നു. കുറച്ചും കൂടി കൺഫ്യൂസിങ് ട്രെയിലർ ആക്കാമായിരുന്നു എന്ന് മാത്രമേ തോന്നി. പക്ഷേ സ്റ്റിൽ എനിക്ക് ട്രെയിലർ ഇഷ്ടപ്പെട്ടു. ഷോട്ട് ബൈ ഷോട്ട്, സീൻ ബൈ സീൻ, പ്രസൻസ് കൊണ്ടും എല്ലാം കൊണ്ടും ഒരു ഭയങ്കര റിച്ച് ആയിട്ടുണ്ട്. ഇവർ രണ്ടുപേരുടെയും ഒരു സിനിമയാണെന്നുള്ളൊരു ഫീല് ഈ ട്രെയിലർ കാണുമ്പോൾ തോന്നുന്നില്ല. ഒരു വെൽ മെയ്ഡ്, വെൽ സ്ക്രിപ്റ്റഡ് ഒരു സിനിമയായിട്ട് മാത്രമാണ് തോന്നുന്നത്. ബാക്കിയുള്ള അവർ ചെയ്യുന്നത് വെൽ സ്ക്രിപ്റ്റഡ് അല്ല എന്നല്ല ഇതിൻ്റെ അർത്ഥം. മീൻസ് ഇവരല്ല, ഇതൊരു മറ്റൊരു ആക്ടേഴ്സിൻ്റെ സിനിമയാണ് എന്നുള്ള രീതിയിലാണ് ഈ ട്രെയിലറിനെ ഒരുക്കി വെച്ചിരിക്കുന്നത്. ആർക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരാളെ താഴ്ത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. രണ്ടുപേർക്ക് ഈക്വൽ ആയിട്ട് കൊടുത്ത് ഈ ഒരു സിനിമ ശരിക്കും ഇവരുടെ റിയൂണിയൻ ആണെങ്കിൽ കൂടി അതിനെ സെലിബ്രേറ്റ് ചെയ്യല്ല, ആ ഒരു സിനിമയുടെ കണ്ടന്റിനെ സെലിബ്രേറ്റ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് ഈ ട്രെയിലർ കാണുന്ന സമയത്ത്. നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നത് എന്നുള്ളത് എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ എനിക്കതാണ് ഫീൽ ചെയ്തത്. സാധാരണ നമുക്കിപ്പോൾ ഈ ഇടയ്ക്ക് നമ്മുടെ രജനീകാന്തും കമലഹാസനും കൂടി ഒന്നിച്ചു. അപ്പോൾ അവരുടെ ആ ഒരു സ്വാഗും പരിപാടിയും ഇതെല്ലാം കൂടി കാണിച്ചിട്ടാണ് ആ ഒരു ടീസർ തന്നെ അവർ ഒരുക്കി വെച്ചിരിക്കുന്നത്. ആ ഒരു പരിപാടിയല്ല ഇവിടെ ചെയ്തിരിക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞു ഉദ്ദേശിച്ച മൊത്തത്തിൽ പറഞ്ഞൊരു കാര്യം. ആ ഒരു സ്വാഗ് കാണിക്കാൻ മഹേഷ് നാരായൺ ട്രൈ ചെയ്യാതെ ആ കണ്ടൻറ്റിലേക്കാണ് അവർ ഫോക്കസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിലൊരു ആക്ടേഴ്സ് മാത്രം എന്നുള്ള രീതിയിലേക്ക് അതിനെ വരുന്നു. ഇത് ആ ഒരു സ്ക്രിപ്റ്റ് ഗംഭീരമായി വർക്കൗട്ട് ആയാൽ, തിയേറ്ററിൽ എല്ലാവർക്കും ഈ സിനിമ ഇഷ്ടപ്പെട്ടാൽ ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ ഇവർ രണ്ടുപേരുടെ ആ സ്വാഗ് നമുക്ക് വലിയ സ്ക്രീനിൽ കാണാൻ സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു വശം. മഹേഷ് നാരായണൻ ഒരുപാട് വിഷണറി ഉള്ളൊരു ഡയറക്ടറാണ്. ടേക്ക് ഓഫ് പോലുള്ള ഒരു സിനിമയൊക്കെ എടുത്ത് ഗംഭീര വിജയമായി മാറിയ ഒരാളാണ്. ബട്ട് മാലിക്ക് പുള്ളി വിചാരിച്ചത്ര രീതി ആ റേഞ്ചിലേക്ക് പോകാനും സാധിച്ചില്ല. ബട്ട് സ്റ്റിൽ നല്ല വിഷണറി ഉള്ള ഒരു ഡയറക്ടർ ആയതുകൊണ്ട് തന്നെ ഗംഭീരമായിട്ടൊരു ഔട്ട്പുട്ടുള്ള ഒരു ഗംഭീര സിനിമയായിട്ട് ഇത് വരും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് ഞാനും ഇരിക്കുന്നത്. മെയ് 1 പടം റിലീസാകുന്ന സമയത്ത് എന്തായാലും തിയേറ്ററിൽ പോയി കാണുന്നതായിരിക്കും.
കണ്ടിട്ട് നമ്മുടെ അഭിപ്രായം നമ്മൾ ഇടുന്നതുമായിരിക്കും. ഇവിടെ എന്തായാലും ഞാൻ ഒഡീഷ തിരിച്ചു വന്നു. ഇവിടെ എന്തായാലും പടം റിലീസ് ഉണ്ടാവും. അപ്പോൾ കണ്ടിട്ട് നമ്മുടെ അഭിപ്രായം അറിയിക്കുന്നതായിരിക്കും. അതുവരേക്കും ബൈ. അതുവരേക്കും ബൈ. അല്ല, അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇഷ്ടംപോലെ വീഡിയോസ് ഇടും. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം ഹൈ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ താല്പര്യമുള്ളവർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ പീസ് ഔട്ട്.